വെൽക്കം ടു ദ ചാനൽ മെറ്റനോയ മിനിസ്ട്രീസ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ലൈംഗിക പാപങ്ങളെക്കുറിച്ച് പറഞ്ഞാണ്. ഇന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഇത് ബാധിക്കുന്നതെന്നും അതുപോലെ തലമുറകളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇന്ന് സംസാരിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ പുരുഷന്മാരെയും സ്ത്രീകളെയും ആരെയും അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് മോശമായിട്ട് ചിത്രീകരിക്കാനോ ഒന്നുമല്ല പറയുന്നത്. നമ്മളിതിനെക്കുറിച്ച് വലിയ സീരിയസ് ആയിട്ട് തന്നെ ചിന്തിക്കണം. വുമൺ, മാൻ എന്നൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയിലുള്ളവരാണെങ്കിലും അവരുടെ അവയവങ്ങൾ ദൈവത്തിന് വിശുദ്ധമായിട്ടിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ഞാനിപ്പോൾ ഇവിടെ പറയുമ്പോൾ സ്ത്രീകളെക്കുറിച്ചും പുരുഷന്മാരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് അവരെ താഴ്ത്തി കെട്ടുക എന്നുള്ളൊരു ചിന്തയിലല്ല ഇത് പറയുന്നത്. എന്നാൽ നമ്മൾ ഇത് പറയാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവഭയത്തിൽ ഇത് നമ്മൾ റിയലൈസ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത് എടുക്കരുത് എന്ന് ഞാൻ വീണ്ടും ആദ്യമേ തന്നെ ഒരു ക്ഷമാപണം പോലെ നിങ്ങളോട് പറയുകയാണ്. ഇന്ന് കൂടുതൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രൈവറ്റ് പാർട്ടിനെ കുറിച്ചാണ്. പ്രൈവറ്റ് പാർട്ട് ഓഫ് വുമൺ ആൻഡ് മാൻ. നമുക്കറിയാം, സ്ത്രീകളുടെ രഹസ്യ ഭാഗങ്ങൾ ഇന്ന് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഞാനിത് വിശുദ്ധ വിവാഹത്തിന് അപ്പുറത്തുള്ള കാര്യമാണ് സംസാരിക്കുന്നത്. വേറെ രീതിയിൽ പറഞ്ഞാൽ അത് ഒരു നരകത്തിലേക്കുള്ള ഒരു കുഴിയായിട്ട് വേണമെങ്കിൽ എന്നെ ചിത്രീകരിക്കാം. ആ രീതിയിൽ ഇന്ന് അത് തരം താണു പോയി എന്ന് നമ്മൾ ചിന്തിക്കുക. അതുപോലെ പുരുഷൻ്റെ അവയവം അത് ഒരു രീതിയിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹെഡ് ഓഫ് എ സ്നേക്ക്, ഹെഡ് ഓഫ് കോബ്ര, ഒരു പാമ്പിൻ്റെ തലയ്ക്ക് ഈക്വലായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. വിവാഹത്തിന് പുറത്ത് ഒരു ശാരീരിക ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ പ്രവേശിക്കുന്നത് ആരായാലും അത് നരകത്തിലേക്കാണ്. അത് ഒരു അഡിക്ഷനാണ്, വ്യഭിചാരത്തിലേക്കുള്ളൊരു അഡിക്ഷനാണ്. മരണം, നാശത്തിലേക്കുള്ള പുതിയ തലത്തിലേക്കുള്ള ഒരു വഴി നിങ്ങളുടെ ശരീരത്തെ കൊണ്ടുപോകും. അത് നിങ്ങളുടെ ജീവിതത്തെ മാത്രമല്ല, വിവാഹത്തെ, ആരോഗ്യത്തെ, ഈവൻ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവരുടെ ശുശ്രൂഷയെ അത് നശിപ്പിക്കും. അതൊരു കോട്ടയായിത്തീരും. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പുരുഷനെയോ സ്ത്രീയോ രഹസ്യഭാഗങ്ങളിലേക്ക് നോക്കിയാൽ പോലും അതൊരു ഒരു പാസ്സായി കാണുകയാണ്. ആരാണ്? പിശാച്. അത് വിശുദ്ധമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങളുടെ രഹസ്യഭാഗങ്ങളെ ലൈംഗിക ബന്ധത്തിനായിട്ട് ഉണർത്തരുത്. വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്യാണ്. ഒരു സ്ത്രീയുടെ രഹസ്യഭാഗങ്ങളോ പുരുഷൻ്റെ രഹസ്യഭാഗങ്ങളോ വിശുദ്ധമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതല്ല. പഴയ നിയമ പശ്ചാത്തലം കൂടെ വെച്ച് ഞാൻ സംസാരിക്കുകയാണ്. നിങ്ങളുടെ രഹസ്യഭാഗങ്ങളെ ലൈംഗിക ബന്ധത്തിനായിട്ട് ഉണർത്തരുത്. നിങ്ങളൊരു പുരുഷനാണെങ്കിൽ ചിലപ്പോൾ ഒരു വേശ്യയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ രഹസ്യഭാഗം നിങ്ങളെ ഉണർത്തിയേക്കാം. അത് വ്യഭിചാരത്തിലേക്ക് നടത്തും. നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ട് പുരുഷനായാലും സ്ത്രീ ആയാലും അത് നോർമലി അത് യൂസ് ചെയ്യപ്പെടുന്നത് എന്തിനാണ്? വിസർജനത്തിനാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം യൂറിൻ അല്ലെങ്കിൽ മന്ത്ലി പീരീഡ് അത് ലൈംഗിക ബന്ധത്തിനല്ല. അത് ലൈംഗിക ബന്ധത്തിന് ഇതിന് പുറമേ ഉപയോഗിക്കുന്നത് വിശുദ്ധ വിവാഹത്തിലൂടെയാണ്. അതിനാൽ അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു ഉത്തരവാദിത്വം ഓരോ വ്യക്തികൾക്കും ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് അത് ചെയ്തില്ലെങ്കിൽ അതിനാൽ ദുർനടപ്പുണ്ടാകും. സോ സ്റ്റാർവ് ഇറ്റ് ഫോർ. ഇപ്പം ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ സ്റ്റാർവ് ഇറ്റ് ഫോർ നെക്സ്റ്റ് 7 months. 7 മാസത്തേക്ക് നിങ്ങൾ സ്റ്റാർവ് ചെയ്യുക, അല്ലെങ്കിൽ 1 വർഷത്തേക്ക് സ്റ്റാർവ് ചെയ്യുക.
അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇല്ലാതെയായിപ്പോകും. 1 കൊരിന്ത്യർ 15:33 ഈവിൽ കമ്മ്യൂണിക്കേഷൻ കറപ്റ്റ് ഗുഡ് മാനേഴ്സ്, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഏതിനെങ്കിലും നമ്മൾ വിധേയപ്പെടുന്നോ അത് നമ്മുടെ ജീവിതത്തിൽ വരും. ഇഫ് യു ആർ എക്സ്പോസ് ടു സെക്സ്, നമ്മൾ സെക്സിന് എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് ചെയ്യാനായിട്ട് തുടങ്ങും. അത് ഏറ്റവും ശ്രദ്ധിക്കുക, നമ്മൾ എന്തിന് എക്സ്പോസ് ചെയ്യുന്നു, എന്താണ് നമ്മുടെ മൈൻഡിൽ ഫീഡ് ചെയ്യുന്നത്, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഓരോ തീരുമാനങ്ങൾ. അവിടെ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇൻജെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഏറ്റവും ശ്രദ്ധേയമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ, നേരത്തെ ഞാൻ പറഞ്ഞു, അവരുടെ പ്രൈവറ്റ് പാർട്ട് അവർ സ്ത്രീകളുമായിട്ട് യൂസ് ചെയ്യുമ്പോഴേ ജീവിതത്തെ തന്നെ ഹോമിക്കുകയാണ്. സോ യു പേ വിത്ത് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തെയാണ് നിങ്ങൾ ബലി കൊടുക്കുന്നത്. നിങ്ങൾ പേ ചെയ്യാണ്. പേ യുവർ സോൾ. നിങ്ങളുടെ മനസ്സിനെ, ആത്മാവിനെ, അല്ലെങ്കിൽ ദേഹിയെ നിങ്ങൾ കൊടുക്കുകയാണ്. പേ വിത്ത് യുവർ മിനിസ്ട്രി, അല്ലെങ്കിൽ പേ വിത്ത് യുവർ ബിസിനസ്, പേ വിത്ത് യുവർ ഫൈനാൻസ്, പേ വിത്ത് യുവർ ഹെൽത്ത്, പേ വിത്ത് യുവർ ബ്ലഡ് ആൻഡ് ഫാമിലി. ഇതെല്ലാം നിങ്ങൾ ചെലവിടുകയാണ്, കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം തന്നെ ആത്മീയ മേഖലയിലേക്കുപരിയായിട്ട്, ഈ നമ്മൾ ചിന്തിക്കുന്ന ഭൗതിക മേഖലയ്ക്കുപരിയായിട്ട് ആത്മീയ മേഖലയിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. നമ്മളത് ചിന്തിക്കുക. ഇതിനകത്ത് DNA ഉണ്ട്. എവിടെയാണ്? നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേമിനകത്തും ബീജത്തിനകത്തും അണ്ടത്തിനകത്തും DNA ഉണ്ട്. അത് അടുത്ത തലമുറയ്ക്ക് പോകേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങളൊരു സ്ത്രീയും പുരുഷനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവിടെ ഒരു അൺക്ലീൻ സ്പിരിറ്റ് അവിടെ നിങ്ങൾ അറിയാതെ തന്നെ അതുമായിട്ട് ലിങ്ക് ചെയ്യുകയാണ്. ഭൗതിക മേഖലയിൽ പറഞ്ഞാൽ അത് അറിയത്തില്ല. എന്നാൽ നിങ്ങളെ തന്നെ ഈ അൺക്ലീൻ സ്പിരിറ്റിനെ ഈ ആത്മീയ മേഖലയിൽ കാഴ്ചവെക്കുകയാണ്. അത് യു പേ യുവർ ലൈഫ്. അത് നിങ്ങളുടെ ജീവിതം തന്നെ ഹോമിക്കുന്നതിന് തുല്യമാണ്. സോ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നന്മകളും ക്രാഷ് ആവാനായിട്ട് ഇടവരും. ഡെമോണിക് അറ്റാക്ക് നിങ്ങൾക്ക് വരും. ഡെമൺസ് നിങ്ങളുടെ ജീവിതങ്ങളിൽ വന്ന് നിങ്ങളെ മെസ്സ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും കട്ടപ്പുകയാക്കും. ഒരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം സ്പിരിച്വാലിറ്റി മുഴുവൻ അവൻ കൊണ്ടുപോകും. ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഭാര്യ, കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ, അവരുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് അവിടെ ഡെവലപ്പ് ചെയ്യും. ഡെവിള് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. അവിടെ നിന്നുകൊണ്ട് ഗ്രാജ്വലി നിങ്ങളുടെ ജീവിതത്തെ മുഴുവനായിട്ട് ഇൻഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണും. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ സാത്താൻ അറ്റാക്ക് ചെയ്തപ്പോൾ ഏത് രീതിയിൽ കൊളാപ്സ് ചെയ്തു എന്ന് നമുക്കറിയാവുന്നല്ലോ. അതുകൊണ്ട് സെക്സ് ഒരു ജോക്കല്ല. അതിൻ്റെ ഗ്രാവിറ്റി നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ കോൺസിക്വൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഏതെങ്കിലും സീസണിൽ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം വരികയാണെങ്കിൽ നിങ്ങളതിൽ നിന്ന് ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണ്. യു വിൽ റൺ അവേ ഫ്രം ഇറ്റ്. ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രൈവറ്റ് പാർട്ട് ഓഫ് എ മാൻ ഓർ എ വുമൺ ഈസ് എ ട്രാപ്പ്. അതൊരു ട്രാപ്പാണ്. സോ if you enter the private part unlawfully outside biblical principle, it is a trap and triggers to the law of hybridization with spirit. ഇത് ഈ ആത്മാവിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് നിങ്ങൾ അൺലവ്ഫുള്ളായിട്ട് ഇതിനകത്ത് പ്രവേശിക്കുമ്പോഴേ അവിടെ വലിയൊരു പ്രവർത്തനം നടക്കുകയാണ്. ദർ ഇസ് എൻ എക്സ്ചേഞ്ച് ഓഫ് ഫ്ലൂയിഡ്. അവിടെ ഈ ആത്മീയ തലത്തിലേക്ക് ഒരു ഫ്ലൂയിഡ് റിലീസ് ചെയ്യാണ്. നിങ്ങൾ കോണ്ടം ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഒക്കെ അതൊരു ഫ്ലൂയിഡ് റിലീസ് ചെയ്യാണ്. അതൊരു അവിടെ ഒരു സ്പിരിച്വൽ ഇൻ്റർകോഴ്സ് വരികയാണ്.
നമ്മൾ വിചാരിച്ച ഒരു പുരുഷനും സ്ത്രീയും ബന്ധപ്പെട്ടു എന്നുള്ളതല്ല, അതിനൊക്കെ ഉപരിയായിട്ട് അവിടെ ഒരു സ്പിരിച്വൽ ഇൻ്റർകോഴ്സ് വരികയാണ്. നമ്മുടെ ജീവിതത്തിലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോഴേ ഒരു പർട്ടിക്കുലർ എക്സ്റ്റസി പീരീഡിൽ നിങ്ങളുടെ മൈൻഡ് ബ്ലൈൻഡ് ആവും. ഈ മൈൻഡ് ബ്ലൈൻഡ് ആയി കഴിയുമ്പോഴേ വാട്ട് ഈസ് ഹാപ്പനിങ്, ചിലപ്പോൾ ഇജാക്കുലേഷൻ്റെ സമയമായിരിക്കാം, നമുക്കറിയത്തില്ല. ബ്ലൈൻഡ് മൈൻഡായി കഴിയുമ്പോഴേ വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് ദാറ്റ് യു ആർ സ്വിച്ച് ഇൻ ടു റെലംസ്. നിങ്ങൾ ആത്മീക മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. നിങ്ങളൊരു ആത്മീയ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മാരേജിന് പുറത്തായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ നിങ്ങളുടെ ബ്ലൈൻഡ് മൈൻഡായി കഴിയുമ്പോഴേ ഈ ആത്മീയ മണ്ഡലത്തിൽ നിന്ന് ഒരു അൺക്ലീൻ സ്പിരിറ്റ് നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, വെൻ വി പ്രേ ഇൻ ടങ്സ്, നമ്മൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോഴേ നമ്മളൊരു സ്പിരിച്വൽ റലത്തിലേക്ക് ചെന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ വിഷനൊന്നും കണ്ടിട്ടല്ല, ബട്ട് ആ വിഷനൊന്നും നമ്മൾ കാണുന്നില്ല, ബട്ട് വി ആർ ഇൻ ദ റലംസ്, ഒരു ആത്മീയ മേഖലയിലേക്ക് ചെല്ലുകയാണ്. 1 കൊരിന്ത്യർ 14:2 അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സോ ഇൻ സ്പിരിറ്റ് ഹി സ്പീക്ക് മിസ്റ്ററീസ് എന്ന് വെച്ചാൽ ഹി ഹാസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ് ഇൻ റലംസ്. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്? ആ 14-ാം വാക്യത്തിൻ്റെ 14 പറയുന്നുണ്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, മൈ അണ്ടർസ്റ്റാൻഡിങ് ഈസ് unfruitful. Then at the moment of ecstasy, നിങ്ങൾ എക്സ്റ്റസിയിൽ ആകുന്ന സമയത്ത് യു ഫോർഗോട്ട് എവരിതിങ്, നിങ്ങളെല്ലാം മറന്നുപോകും. യുവർ ഫാമിലി നിങ്ങൾ ഓർക്കത്തില്ല, യുവർ ബിസിനസ് നിങ്ങൾ ഓർക്കത്തില്ല, നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ച് ഓർക്കത്തില്ല. ആ ഒരു മൊമെൻറ്റിലെ എ ഫ്രഷ് റലം ഓപ്പൺ ചെയ്യാണ്. സോ ദ മൈൻഡ് ആക്സസ് ടു ദ റലംസ്. So outside the marriage, you have unlocked a certain unclean realm and forced us to gain legal entrance. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശുദ്ധ വിവാഹത്തിന് പുറത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴേ ഈ ചില അൺക്ലീനായിട്ടുള്ള സ്പിരിറ്റിൻ്റെ റലത്തിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തിട്ട് അവർക്കൊരു ലീഗാലിറ്റി കൊടുക്കുകയാണ്, നിയമപരമായി അവർക്ക് എൻട്രി ചെയ്യാനായിട്ടുള്ളത്. സോ യു ഹാവ് ജോയിൻഡ് യുവർ സെൽഫ്, നിങ്ങൾ തന്നെ ആ ഗ്രേറ്റ് ഹാർലറ്റ് എന്ന് പറയുന്ന ജെസിബേൽ സ്പിരിറ്റുമായിട്ട് നിങ്ങൾ യോജിച്ചു. ഇറ്റ് ഈസ് എ മിസ്റ്ററി, അതൊരു മിസ്റ്ററിയാണ്. അതുകൊണ്ടാണ് സെക്സ് ഈസ് എ മിസ്റ്ററി എന്ന് പറയുന്നത്. നമ്മൾ ബൈബിളിലെ പ്രധാന പ്രവാചകന്മാരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എല്ലാ പ്രവാചകന്മാരും, കൂടുതലും പ്രധാനപ്പെട്ട പ്രവാചകന്മാരെല്ലാം ഷണ്ണന്മാരായിരുന്നു, ഇനൂക്ക് ആയിരുന്നു. ചില പ്രവാചകന്മാർ ഷണ്ടന്മാരാക്കി തീർത്തായിട്ട് കാണും. അവർ അവരെ തന്നെ ഷണ്ടന്മാരാക്കി തീർന്നു. എന്തിനു വേണ്ടിയാണ്? അവിടെ സെക്ച്വൽ ടെൻഡൻസീസ് 0 ആക്കാനായിട്ട്. ദൈവത്തെ സേവിക്കുന്നവർക്ക് ഇന്നും പല സഭകളിലെ അച്ഛന്മാർ, ബിഷപ്പുമാരും ഒക്കെ പല സഭകളിലും ഇന്ന് അവർ സെലിബസി വ്രതമെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് പലർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വേറൊരു വിഷയം. എന്നാൽ ആ ഒരു രീതിയിലാണ് ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് ദൈവജനത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ദേ ആർ ഡിസിപ്ലിൻഡ്. പൗലോസിൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ റിഫ്യൂസ് ടു മാരീഡ് ആണെന്നോ ഡൈവേഴ്സ്ഡ് ആണെന്നോ ഒക്കെ പറയുന്ന ചിന്തകളുണ്ട്. എന്നാലും ലിവ് എ സിംഗിൾ ലൈഫ്, ഹി വാസ് എ സെലിബ്രേറ്റ്. അവന് ആ ഒരു രീതിയിൽ കല്യാണം കഴിയാതെ ജീവിക്കാനായിട്ട് ആഗ്രഹിച്ചു എന്നേ പറയുന്നു. 1 കൊരിന്ത്യർ 6:18 അതുകൊണ്ടാണ് പറയുന്നത്, ഹി സ്പോക്ക് അഗൻസ്റ്റ് എക്സ്ക്ലൂസീവ്ലി. ഓടുക എന്നാ പറയുന്നത്, ദുർനടപ്പ് വിട്ട് ഓടുക. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താവുന്നു, ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. സോ അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ആത്മാവ് വസിക്കുന്നതിനാൽ ഈ സ്വന്തം ശരീരത്തിനെതിരായിട്ട് പാപം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെ അല്ലെങ്കിൽ ദ സ്പിരിറ്റിനെ ഒരു കില്ലറായി തീരുകയാണ്.
ഈ പൈശാചിക ശക്തി വന്നിട്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ കൊല്ലുകയാണ്. നമുക്കറിയാം, ഒരിക്കലും യു കനോട്ട് ഹാവ്, നമുക്കൊരിക്കലും തന്നെ ദൈവത്തിൻ്റെ അഭിഷേകവും ഈ ദുർനടപ്പും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അതാരെങ്കിലും അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ ലൈ ആൻഡ് ദ ലൈ ഫ്രം ദ പിറ്റ് ഓഫ് ഹെൽ. അതിൻ്റെ അവസാനം എന്താ? നരകത്തിൽ നിന്ന് കയറി വന്ന പിശാചിൻ്റെ ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞ പോലെ സംഭവിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ആത്മാവിൽ മരിക്കുകയും അപ്രത്യക്ഷമാകുകയും ചെയ്യും. ഇപ്പോൾ ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. നിങ്ങൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുക, നിർത്തുക. ഇനിയും വേറൊരു കാര്യം കൂടി ഇതിനകത്ത് പറയാനായിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നെഫ്ലിംസിൻ്റെ ക്രിയേഷനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളുണ്ട്. അതിന് നമ്മൾ വീണ്ടും ആ നെഫ്ലിംസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കാം. ഈ നെഫ്ലിംസ് ഏഞ്ചൽസ് ആൻഡ് സൺസ് ഓഫ് ഗോഡ്, പ്രത്യേക പർപ്പസിന് വേണ്ടി ദൈവം ക്രിയേറ്റ് ചെയ്ത ആയിരുന്നു. ദേ ആർ കോൾഡ് വാച്ചേഴ്സ്. അവർ മനുഷ്യ സ്ത്രീകളുമായി വന്ന് അവരെ വിവാഹം കഴിച്ചു. സോ ദർ ഈസ് ആൻ ഓൾട്ടറേഷൻ ഓഫ് ഹ്യൂമൻ DNA. ഹ്യൂമൻ DNAയുടെ ഒരു ഓൾട്ടറേഷൻ അവിടെ ഉണ്ടായതായിട്ട് കാണുന്നു. അതുകൊണ്ടാണ് അവിടെ ജയൻസ് ഉണ്ടായത്, രാക്ഷസന്മാരുണ്ടായത്. അത് ഒരു മേജർ സിന്നായിരുന്നു പിന്നീട് കാലത്ത്, നോഹയുടെ കാലത്ത് ലോകത്തെ ദൈവം നശിപ്പിക്കാനായിട്ട് അതൊരു മേജർ സിന്നായി തീർന്നതായിട്ട് നമ്മളെ കാണുന്നു. അത് ടൈം ഓഫ് നോഹ. കാരണം ഇവർ പിന്നീട് ഒരുപാട് ഈ നെഫ്ലിംസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനെ നമ്മൾ കൂടുതലായിട്ട് പറയാം. അത് പിന്നീട് അത് ഒരുപാട് വഷളത്വത്തിലേക്ക് തിരിഞ്ഞതായിട്ടേ കാണുന്നു. അതുകൊണ്ട് അന്ന് എക്സ്ട്രാ ഹ്യൂമൻസ് എന്ന് വെച്ചാൽ ഒന്ന് ഇമ്മോർട്ടലായിട്ടുള്ള സൺസ് ഓഫ് ഗോഡ് മോർട്ടലായിട്ടുള്ള മനുഷ്യനുമായിട്ട് ജോയിൻ ചെയ്തിട്ട് എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് അത് ഒരു ഏഞ്ചലിക് ജെനറ്റിക്സും അത് വെച്ചിട്ട് ഒരു പുതിയൊരു ഹൈബ്രിഡ് ആയിട്ടുള്ള ജയൻസ് ഉണ്ടായി. സോ സംതിങ് വാസ് ഓൾട്ടേർഡ് ഇൻ ഹ്യൂമൻ റേസ് വിച്ച് വാസ് കറപ്റ്റ് ആൻഡ് ബിക്കം അൺക്ലീൻ ബിക്കോസ് ഓഫ് ദ ഇന്റർകോഴ്സ് ദാറ്റ് ഈസ് ഹാപ്പൻ ബിറ്റ്വീൻ ദ സൺസ് ഓഫ് ഗോഡ് ആൻഡ് ബ്യൂട്ടിഫുൾ വുമൺ ഓഫ് ദ ടൈം. ആ സമയങ്ങളിലുള്ള സുന്ദരികളായ സ്ത്രീകളുമായിട്ട് ദൈവത്തിൻ്റെ മക്കൾ വന്ന് ബന്ധപ്പെട്ടിട്ട് അന്ന് ഉണ്ടായ കാര്യം. നമ്മൾ ചില പഠിപ്പിക്കലുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അത് ശേത്തിൻ്റെ തലമുറയിലുള്ള ദൈവ മക്കളായിരുന്നു. അങ്ങനെയൊന്നുമല്ല, അതൊക്കെ ചിന്തയല്ല, അങ്ങനെയല്ല. അത് നമ്മളിപ്പോൾ നെഫ്ലിംസിനെ കുറിച്ച് കൂടുതൽ പഠിക്കുമെന്നൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് സെക്സ് അൺലീഷ് എ സ്പിരിറ്റ്, അൺക്ലീൻ സ്പിരിറ്റ് ഔട്ട്സൈഡ് മാരേജ്. അതുകൊണ്ട് വിവാഹത്തിന് പുറത്ത് സെക്സ് എന്ന് പറയുന്നത് അൺക്ലീൻ സ്പിരിറ്റിൻ്റെ ഒരു താവളമായി മാറാൻ നിങ്ങളുടെ ജീവിതം ഇടവരും. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ദുർനടപ്പിന് വേണ്ടി സബ്മിറ്റ് ചെയ്താൽ ദൈവം പണിഷ് ചെയ്യാതിരിക്കുകയില്ല. ഹൂവർ മേ ബി എന്നെ കേൾക്കുന്ന വിശുദ്ധൻ എന്ന് പറയുന്നവരും കർത്താവിൻ്റെ രക്തത്താലെ വീണ്ടെടുക്കപ്പെട്ടവരെന്ന് പറയുന്നവരും ആയിട്ടുള്ളവരും ഇത് കേട്ടോളുക. നിങ്ങൾക്ക് അതിൻ്റെ കോൺസിക്വൻസ് ഭയങ്കര സീരിയസ് ആയിരിക്കും. അനേക വർഷങ്ങളിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്താലും അതിൽ നിന്നൊരു റിലീസ് കിട്ടാനായിട്ട് ദൈവനാമത്തിൽ ഞാൻ പറയുകയാണ്, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ദൈവം അത്ഭുതം പ്രവർത്തിക്കും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ദൈവം അത്ഭുതം പ്രവർത്തിക്കും, എന്നാൽ അതിൻ്റെ കോൺസിക്വൻസ് വിൽ ബി വെരി ഹൈ. കാരണം ഇനിയും അടുത്ത എപ്പിസോഡ് ഞാൻ പറയാം. നമ്മുടെ ഈ ടൈം ഇവിടെ തീർന്നുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. വാട്ട് ഈസ് ദ റീസൺ എന്നുള്ളത്, ആ ജെസിബേലിൻ്റെ സ്പിരിറ്റിൻ്റെ ആ ഹാർലറ്റുമായിട്ട് ചേരുന്ന ഇൻക്രീസ് ഇത് ഇപ്പോഴെങ്കിലും തീരത്തില്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ എപ്പിസോഡുകളിനകത്ത് ഒരു 4-5 എപ്പിസോഡിൽ ചെന്നെങ്കിലേ ഇത് തീരുള്ളൂ. ശരിക്കും ദിസ് ഈസ് എ സീരിയസ് സിൻ. ദൈവം ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സീരിയസ് സിന്നാണ്. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ വരവെങ്കിലും ആകുമെന്ന് പറഞ്ഞാൽ ഇനിയും അതൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ, ഇനിയും കാണാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങളുടെ തലമുറയും എൻ്റെ തലമുറയും ഇതുപോലുള്ള ജയൻസിനെ ഇനി നിങ്ങൾ കാണും. ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഇറ്റ് ഈസ് ഗോയിങ് ടു കം.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതെത്ര സീരിയസ് ആണ് എന്ന് നമ്മൾ ഒരിക്കലും മറന്നുപോകും. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ ഫ്ലീ, ഓടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കാതെ ഓടുക തന്നെ ചെയ്യണം. പുറമോട്ട് തിരിഞ്ഞു നോക്കരുത്. ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കരുത്. കർത്താവ് ഒരു എയിം തന്നിട്ടുണ്ട്, ഒരു ഫോക്കസ് തന്നിട്ടുണ്ട് നിങ്ങളുടെ എൻ്റെയും ജീവിതത്തിൽ. എന്താണ്? സാത്താൻ്റെ പ്രവൃത്തികളെ അഴിക്കാനായിട്ട്, അതിനെ പിടിച്ചു കെട്ടുവാനായിട്ട്. ഒരു കാര്യം കളഞ്ഞിട്ട് ഈ ജെസബേലിൻ്റെ ആത്മാവിൻ്റെ പേര്, ഈ അൺക്ലീൻ സ്പിരിറ്റിൻ്റെ പുറകെ നിങ്ങൾ ഓടരുത്. കാരണം ഒരു എക്സസി പോലെ, അന്യഭാഷ സംസാരിക്കുമ്പോഴേ ഒരു സ്പിരിച്വലായിട്ട് നമ്മളൊരു എക്സസിയിൽ സംസാരിക്കുന്നത് പോലെ, നമ്മുടെ ഇതുപോലെയുള്ള ഈ സെക്ച്വൽ ഇൻ്റർകോഴ്സിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത്, ദാറ്റ് വാസ് ദ ഗേറ്റ് വേ ഓഫ് ദ ഡെവിൾ ഇൻ ടു യുവർ ലൈഫ്. സ്പിരിച്വൽ ആൾട്ടറിനെ കുറിച്ച് പറയുമ്പോഴേ, ഈ സ്പേമിനെ ഈ സ്പിരിച്വൽ ഹസ്ബൻഡും സ്പിരിച്വൽ വൈഫും ആയിട്ടുള്ള ഈ പൈശാചിക ശക്തി ആ സ്പേമിനെ എക്സ്പെക്റ്റ് ചെയ്ത് അവരെ സാക്രിഫൈസ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന കാര്യം പറയാം. ദിസ് ഈസ് സംതിങ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ഈ നാളുകളിൽ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഇത് ദൈവവചനത്തിൽ അതിനൊരു കോട്ടിങ് കൊടുത്താൽ, ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ അങ്ങനെ ഒരു വേർഡൊന്നും ദൈവവചനത്തിലില്ല. എന്നാൽ ഇതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ മറന്നുപോയത്. ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ദൈവം അന്ന് എല്ലാത്തിനെയും നശിപ്പിച്ചു കളഞ്ഞത്. ഇനി ഇതുപോലൊരു നാശം വരുന്നുണ്ട്. ദൈവം ക്ഷമിക്കുന്ന ദൈവം, പക്ഷെ അതുപോലൊരു നാശം ഇനിയും വരുന്നുണ്ട്. ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണത്തിൻ്റെ സമയത്ത് വലിയൊരു നാശം വരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും അഡിക്ഷനായി ഇരിക്കുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ശരീരത്തെ കൊണ്ടുപോയി ബന്ധിച്ച് പിശാചിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. ടുഡേ ഈസ് ദ ഡേ ഓഫ് റിലീസ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ റിലീസാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴേ വെറുതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല, നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. യെസ്, ടുഡേ ഐ ആം ഗോയിങ് ടു ഗെറ്റ് റിലീസ്. എൻ്റെ ശരീരത്തിൽ വസിക്കുന്ന ഈ അൺക്ലീൻ സ്പിരിറ്റ്, ഈ മറൈൻ സ്പിരിറ്റ്, ദ സ്പിരിറ്റ് ഓഫ് ജെസബേൽ, ദ റെപ്റ്റൈൽ സ്പിരിറ്റ്, ഇന്ന് പൊട്ടി പുറത്തു പോകാൻ കർത്താവ് കൃപ തരും. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇതാ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ ഈ ദിവസങ്ങളിൽ. ഈ ശരീരത്തിൽ ഈ വസിക്കുന്ന കർത്താവെ, ഈ എല്ലാ അൺക്ലീൻ സ്പിരിറ്റും യേശുവിൻ്റെ രക്തത്താലെ ഞങ്ങൾ ഡെലിവർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ മനസ്സുകളിലെ കർത്താവിൻ്റെ രക്തം ഇപ്പോൾ സ്പ്രിങ്കിൾ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെയ്ത പാപങ്ങളെല്ലാം ക്ഷമിച്ച് ഇനിയും ഞാൻ ഇങ്ങനെയുള്ളതിൽ പോവുകയില്ല എന്ന് തീരുമാനിച്ച് അവിടെയെല്ലാം ദൈവവചനവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നിറയ്ക്കുവാൻ കർത്താവെ ഇന്ന് ഈ രാത്രികാലം നീ ഇടവരുത്താൻ സഹായിക്കുകയും ചെയ്യണം. We command all the spirit of Jezebel, all the unclean spirit to go away from their lives. വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങളെ ആ തിരിച്ചറിവ് വന്നപ്പോൾ തന്നെ അവൻ അവിടെ പേടിക്കാൻ തുടങ്ങി. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവനെ പുറത്തേക്ക് പോകുന്നു എന്നെ കാണുന്നു. All the spirit of adultery, all the spirit of fornication, all the spirit of lustful thoughts and desires, all spirit of pornography, all spirit of masturbation, we command in the name of Jesus to go out. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ പ്രാർത്ഥിച്ച് പുറത്താക്കുന്നു. നിന്റെ ശക്തി ഈ ദിവസങ്ങൾ വ്യാപരിക്കട്ടെ. അവരുടെ ജീവിതങ്ങളിലെ എല്ലാ മേഖലകളും തകർന്നിരിക്കുന്നതെല്ലാം പുനരുദ്ധരിച്ചു കൊണ്ടുവരട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ ഈ ദിവസങ്ങൾ ദൈവം അനുഗ്രഹിക്കും, വഴി നടത്തും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. നിങ്ങളിത് വാച്ച് ചെയ്യുക. ഈ ഒരു പാർട്ട് പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇതിനെ അടുത്ത എപ്പിസോഡിൽ ബാക്കി പറയാം. നമ്മൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള പഠിപ്പിക്കലുകൾ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുന്നോ എനിക്കറിയത്തില്ല. വാട്ട് ഓർ മേ ബി, ഈ നാളുകളിലെ ദൈവം ഈ എൻഡ് ടൈംസിൽ ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. കർത്താവിൻ്റെ നാള് അടുത്തിരിക്കുന്നു. അതിനാൽ ഈ ആക്ടിവിറ്റീസ് ഇനി ധാരാളമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കണം. അതുകൊണ്ട് ദൈവം അത് നമ്മളെ സഹായിക്കട്ടെ. നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകൾ അയച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടാം. ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.